Hi all, welcome to once. നമ്മൾ ഇന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിനകത്ത് എല്ലാ പോർഷൻസും കവറേജ് ചെയ്യാൻ നോക്കുക, പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് രണ്ട് കൺസെപ്റ്റായിട്ടാണ് മെയിൻ വരുന്നത്. ഒന്ന് എന്താണ് മെത്തേഡ് ഓവർലോഡിങ്, ഒന്ന് എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ്. ഇത് രണ്ടും ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 മെത്തേഡ് ഓവർലോഡിങ് എന്താണ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഷുവർ, ഉറപ്പായിട്ടും വരും. മെത്തേഡ് ഓവർലോഡിങ് എന്താണ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മെത്തേഡ്സിൻ്റെ ഒരു മെത്തേഡ് തരും. എന്നിട്ട് എങ്ങനെയൊക്കെ ഓവർലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓവർലോഡിങ് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ അതിൻ്റെ കമ്പാരിസനായിട്ടും ചോദിക്കാം. ഇതിലേക്ക് പോകണം, നമുക്ക് പ്രോബ്ലം അല്ല, നമുക്ക് തിയറി പോർഷനാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഇനി റിക്കർഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെമ്പേഴ്സ് എന്താണ്, അല്ല ഫൈനൽ വേരിയബിൾസ് എന്താണെന്നൊക്കെ ചോദിക്കാം. അതൊക്കെ 2 മാർക്കിന് നമുക്ക് നോക്കാം. 2 മാർക്കിനാണ് മെയിനായിട്ട് പറയാറുള്ളത്. പിന്നെ ഇൻഹെറിറ്റൻസ്, അതിനകത്ത് തിയറി ആയിട്ട് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ നിന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്താണ്, അതിൻ്റെ അകത്ത് ഈ മെത്തേഡ് ഓവർ റൈഡിങ് എങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും ഇൻഹെറിറ്റൻസും പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീർന്നു, അത്രേ ഉള്ളൂ. ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓവർലോഡിങ് എന്താ, ഓവർലോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഓവർ റൈഡിങ് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ആ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓവർലോഡിങ്, ഇൻഹെറിറ്റൻസ് എന്താണ്, അതുപോലെ ഓവർ റൈഡിങ് എന്താണ്, പ്രോഗ്രാം നോക്കിയിട്ട് പോകണം. പ്രോഗ്രാമാണ് ചോദിക്കുക. തിയറിനേക്കാളും പ്രോഗ്രാമാണ് ഇമ്പോർട്ടൻ്റ് ഹൂപ്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്രിയേറ്റ് ജാവ ക്ലാസ് കാൽക്കുലേറ്റർ ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് മെത്തേഡ് ഓവർലോഡിങ് ബൈ ഇംപ്ലിമെൻറ്റിങ് ദ ആഡ് മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ എന്താണ് മെത്തേഡ് ഓവർലോഡിങ് ആണ്. ഇംപ്ലിമെൻറ്റ് ചെയ്ത മെത്തേഡ് ആഡ് മെത്തേഡ് യൂസ് ചെയ്ത് ഫോളോയിങ് വേസിലാണ് എഴുതാൻ പറഞ്ഞേക്കണേ. ഒന്ന്, ആഡ് ഇൻറ്റു എ കോമ ഇൻറ്റു ബി റിട്ടേൺ സം ഓഫ് 2 ഇൻറ്റിജേഴ്സ്. അവിടെ 2 ഇൻറ്റിജേഴ്സിൻ്റെ സമ്മാണ് റിട്ടേൺ ചെയ്യുന്നത്. ആഡ് ഡബിൾ എ കോമ ഡബിൾ ബി റിട്ടേൺ സം ഓഫ് 2 ഡബിൾ വാല്യൂസ്. ആഡ് ഇൻറ്റു എ കോമ ഇൻറ്റു ബി കോമ ഇൻറ്റു സി സം ഓഫ് 3 ഇൻറ്റിജേഴ്സ്. In the main method, create an object of calculator and call all the overloaded add method with the appropriate arguments, display the result. Question clear ആണല്ലോ? സോറി, മെത്തേഡ് ഓവർലോഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം 2 ഇൻറ്റിജർ നമ്പേഴ്സിന് ആഡ് ചെയ്യണം, പിന്നെ 2 ഡബിൾ നമ്പേഴ്സിന് ആഡ് ചെയ്യണം, പിന്നെ 3 ഇൻറ്റിജേഴ്സ് നമ്പേഴ്സിന് ആഡ് ചെയ്യണം. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ മെയിൻ മെത്തേഡിൽ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡിനെ എല്ലാം കോൾ ചെയ്ത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിക്കണം. ഇത്ര ഉള്ളൂ, സിമ്പിൾ പ്രോബ്ലം. അപ്പോൾ ആദ്യം എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയാം. മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജാവ പ്രോഗ്രാമിനകത്ത് സെയിം നെയിമിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ്സിനെ നമുക്ക് പല രീതിയിൽ ഓവർലോഡ് ചെയ്യാം. അതായത് സെയിം നെയിമിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് വേണം, സെയിം നെയിം ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതായത് റിട്ടേൺ ടൈപ്പ് സെയിം ആവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അത് റിട്ടേൺ ടൈപ്പ് സെയിം ആവുമോ, അത് ഡിഫറെൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. സെയിം നെയിം ആയിരിക്കണം. ഇനി നമുക്കങ്ങനെ സെയിം നെയിമിൽ 2 മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർലോഡ് ചെയ്യിക്കാൻ പല വേസിൽ ചെയ്യിക്കാം. ഒന്ന്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും ഡബിളും വന്നാൽ ഓവർലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് 2 പാരാമീറ്റർ, ഒരെണ്ണത്തിനകത്ത് 3 ആണെങ്കിൽ ഓവർലോഡ് ചെയ്യാം. അതായത് അവിടെ ടൈപ്പ് സെയിം ആണെങ്കിലും കുഴപ്പമില്ല, പാരാമീറ്ററിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യാം. ആ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ്. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്ന് മനസ്സിലായോ? സെയിം നെയിമിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടാവും. ആ മൾട്ടിപ്പിൾ മെത്തേഡ്സിനെ നമുക്ക് പല രീതിയിൽ ഓവർലോഡ് ചെയ്യിക്കാം. ഒന്ന് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പും ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ എന്താ, ക്രിയേറ്റ് എ ക്ലാസ് കാൽക്കുലേറ്റർ. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. സെയിം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം എഴുതുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് ആക്സസ് മോഡിഫയർ കൊടുത്തേക്കുക. ക്ലാസ് ആണ്. ക്ലാസ് എന്താ ക്ലാസ്സിൻ്റെ പേര് മക്കളെ? കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എന്ന് നമ്മൾ എഴുതിയോ ഓപ്പൺ ചെയ്തേക്കാം. പണി കഴിഞ്ഞു. ക്ലാസ് എഴുതി ഓപ്പൺ ചെയ്തു. ഇനി അതിനകത്ത് വല്ലോ വേരിയബിൾസ് കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ വേരിയബിൾസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് സിമ്പിൾ മെത്തേഡിൽ നമുക്ക് പോവാം. നമ്മളോട് പറഞ്ഞേക്കണം ആഡ് മെത്തേഡ് ഫസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആഡ് മെത്തേഡിൽ ഫസ്റ്റ് എന്താ, 2 ഇൻറ്റിജർ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. ഞാൻ മെത്തേഡ് എഴുതുവാണ്. പബ്ലിക് റിട്ടേൺ ടൈപ്പ് വേണമല്ലോ, ഇൻഡ് ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നത് ഇൻഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് 2 ഇൻറ്റും കൂടെ ആണ് ആഡ് ചെയ്യുന്നത്. ഇൻറ്റും കൂടെ ആഡ് ചെയ്ത് ഇൻഡിനെല്ലാം റിട്ടേൺ ചെയ്തു. അപ്പോൾ മെത്തേഡ് എഴുതുമ്പോൾ ആക്സസ് മോഡിഫയർ റിട്ടേൺ ടൈപ്പ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം. കാരണം 2 ഇൻറ്റിജർ വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, പബ്ലിക് ഇൻഡ്, മെത്തേഡിൻ്റെ പേര് ആഡ്, പാരാമീറ്റർ എന്തൊക്കെ പാരാമീറ്റർ, ഇൻഡ് എ കോമ ഇൻഡ് ബി. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ തന്നെ ഇതുമാണ്. ക്ലിയർ ആണല്ലോ? ക്ലാസ് ഓപ്പൺ ചെയ്തു. ക്ലാസ്സിനുള്ളിൽ മെത്തേഡ് കൊടുക്കുവാണ്. മെത്തേഡ് എങ്ങനെ കൊടുക്കണം, ആക്സസ് മോഡിഫയർ റിട്ടേൺ ടൈപ്പ്, മെത്തേഡിൻ്റെ പേര്, പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഇവിടെ എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത്, ഇൻഡ് എയും ഇൻഡ് ബിയും തന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ പാരാമീറ്ററിൻ്റെ ബോഡി എഴുതുവാണ്. ആ മെത്തേഡിൻ്റെ ബോഡി എഴുതുവാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ചെയ്യണം. എന്ത് റിട്ടേൺ ചെയ്യണം, റിട്ടേൺ എ പ്ലസ് ബി. സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതി. എന്ത് എഴുതി, പബ്ലിക് ഇൻഡ് ആഡ്, ഓപ്പൺ ചെയ്തു. ഈ പബ്ലിക് എന്നുള്ള ആക്സസ് മോഡിഫയർ ആണ്. പബ്ലിക്കായിട്ട് കൊടുത്താൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡെന്നുള്ളത് ഈ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പാണ്. നമ്മൾ മെത്തേഡ് എഴുതുമ്പോൾ അതിന് റിട്ടേൺ ടൈപ്പ് വേണം. അപ്പോൾ ഇൻഡെന്ന് കൊടുത്തു. മെത്തേഡിൻ്റെ നെയിം ആഡ്, ഇൻഡ് എ കോമ ഇൻഡ് ബി കൊടുത്തു. റിട്ടേൺ എ പ്ലസ് ബി. ഓപ്പൺ ചെയ്തിട്ട് ആ മെത്തേഡ് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് എന്താ, ഡബിൾ എ കോമ ബി ആണ്. അപ്പോൾ അതേപോലെ തന്നെ എഴുതുക. പബ്ലിക് റിട്ടേൺ ടൈപ്പ് എന്താ മക്കളെ, ഡബിൾ ആണ്. അപ്പോൾ ഡബിൾ ആഡ്, ഡബിൾ ആയതുകൊണ്ട് ഡബിൾ എ കോമ ഡബിൾ ബി. മെത്തേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. എപ്പോഴും ഇനി എന്ത് ചെയ്യണം, റിട്ടേൺ എ പ്ലസ് ബി. മെത്തേഡ് ക്ലോസ് ചെയ്തു. ക്ലിയർ ആണോ? പബ്ലിക് ഡബിൾ ആഡ്, മെത്തേഡിൻ്റെ നെയിം, ഓപ്പൺ ചെയ്തു. റിട്ടേൺ ടൈപ്പാണ് ഡബിൾ. ഇത് റിട്ടേൺ ചെയ്യുന്ന ഡബിൾ വാല്യൂ ആണ്. ഡബിൾ എ കോമ ഡബിൾ ബി. നമുക്ക് കറക്റ്റായിട്ട് പറയാം, 2 ഡബിൾ വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ആൻസറും ഡബിൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഡബിൾ എന്ന് കിട്ടി. നമുക്ക് ഇനി നമുക്ക് കറക്റ്റായിട്ട് റിട്ടേൺ ടൈപ്പ് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഒരു കൊടുക്കും. ഓക്കെ, കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് ആ മെത്തേഡ് എന്താ റിട്ടേൺ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം, 2 ഡബിൾ വാല്യൂ ആഡ് ചെയ്താൽ ഡബിളല്ലേ കിട്ടുള്ളൂ, 2 ഇൻറ്റിജർ വാല്യൂ ആഡ് ചെയ്താൽ ഇൻറ്റിജറെ കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് എഴുതി. ഈ നെക്സ്റ്റ് മെത്തേഡ് എന്താ, സെയിം പബ്ലിക്. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത് മക്കളെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ആഡ് ഇൻഡ് എ ഇൻഡ് ബി ഇൻഡ് സി. 3 ഇൻറ്റിജർ വാല്യൂസ് സം ചെയ്യാൻ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് വരും, പബ്ലിക്. അത് ഇൻഡാന്ന് നമുക്കറിയാം. റിട്ടേൺ ടൈപ്പ് എന്താ, ഇൻഡ്. മെത്തേഡ് നെയിം ആഡ്. അവിടെ എന്തൊക്കെയുണ്ട്, ഇൻഡ് എ കോമ ഇൻഡ് ബി കോമ ഇൻഡ് സി. ഓപ്പൺ ചെയ്യുക. എന്ത് റിട്ടേൺ ചെയ്യണം, റിട്ടേൺ എ
പ്ലസ് ബി പ്ലസ് സി. 3 വാല്യൂം റിട്ടേൺ ചെയ്യണം ആഡ് ചെയ്തിട്ട്. ഓക്കെ, 2 3 ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പം മെത്തേഡ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അത്രയല്ലേ പറഞ്ഞേക്കണേ, 3 മെത്തേഡ് നമ്മൾ എഴുതി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദി മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് കാൽക്കുലേറ്റർ ആൻഡ് കോൾ ദി ഓൾ ഓവർലോഡഡ് ആണ് മെത്തേഡ്. ഇനി മെയിൻ മെത്തേഡ് എഴുതണം. മെയിൻ മെത്തേഡ് എഴുതാനായിട്ട് ഞാൻ പോവുകയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ട്രിങ് args ഓപ്പൺ ചെയ്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളത് ജാവയുടെ മെയിൻ മെത്തേഡാണ്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ പ്രോഗ്രാം എപ്പോഴും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രിങ് അറേ പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓപ്പൺ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യണം? ആ മെത്തേഡിന് ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ചെയ്യുവാണ്. കാൽക്കുലേറ്റർ എന്ന ക്ലാസ്സാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ക്ലാസ് നെയിം കൊടുത്തു. നെക്സ്റ്റ് എങ്ങനെയാണ് ആ ഒബ്ജക്റ്റിനൊരു പേര് കൊടുക്കണം. ഞാൻ കാൽ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഈക്വൽ ടു ന്യൂ കാൽക്കുലേറ്റർ. ഇങ്ങനെയല്ലേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം, ന്യൂ കാൽക്കുലേറ്റർ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഓരോ മെത്തേഡിനെയും നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇൻഡ് sum1 equal to calc dot add 10,20. ഇവിടെ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇൻഡ് ഫസ്റ്റ് മെത്തേഡിനെയാണ് ഞാൻ കോൾ ചെയ്യാൻ പോകുന്നത്. സം1 എന്ന് കൊടുത്തു. സം1 കാൽക്ക് എന്നുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ച് ഡോട്ട് ആഡ് ഓഫ് 10,20. എന്തൊക്കെ പാസ് ചെയ്യുന്നു? 10ഉം 20യും കൂടെ ആ കാൽക്കിൻ്റെ കൂടെ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അതായത് കാൽക്ക് എന്നുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് ഡോട്ട് ആഡിൻ്റെ മെത്തേഡിൻ്റെ കൂടെ 10,20 പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ആഡ് കാൽക്ക് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റ് റെഫറൻസ് എടുത്തിട്ട് ആഡ് 10,20 എന്ന് പറയുമ്പോൾ ആ മെത്തേഡിൽ പോയിട്ട് ഇവിടെ 10ഉം 20യും വരും. 10ഉം 20യും കൂടെ വന്നിട്ട് 10ഉം 20യും കൂടെ ആഡ് ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് നമുക്കിവിടെ ആൻസർ സം1 വന്നിരിക്കും. ഇനി നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട് എന്താ സ്റ്റേറ്റ്മെൻറ്റ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓപ്പൺ ചെയ്തു. സം ഓഫ് 2 integer numbers is equal to plus sum1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ? മെയിൻ മെത്തേഡിനകത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുവാണ്. അതിന് ഇൻഡ് സം1 എന്ന് കൊടുത്തു. അപ്പം ഈ CAL ഡോട്ട് ആഡ് 10,20 ഡോട്ട് ആഡ് 10,20 എന്ന് പറയുമ്പോൾ ആ മെത്തേഡിനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വരും 10ഉം 20യും കൂടെ. അത് ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. 30 എന്നുള്ളത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. അത് സം1 വരും. എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യിച്ചു. സം ഓഫ് 2 integer numbers is പ്ലസ് സം1 എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ ബാക്കിയുള്ള മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡബിളാണ്. അപ്പോൾ ഡബിൾ സം2 ഈക്വൽ ടു കാൽക്ക് ഡോട്ട് ആഡ് ഓഫ് 20.23. ഡബിൾ വാല്യൂ ആണോ? ഡബിൾ വാല്യൂ തന്നെ കൊടുക്കുക. 24.5. ഓക്കെ, വാല്യൂ പാസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓപ്പൺ ചെയ്ത് സം ഓഫ് 2 double numbers is
ഈക്വൽ ടു പ്ലസ് അവിടെ സം 2 ആണ്, സം 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ മെത്തേഡിലേക്ക് പോവും. മെത്തേഡിൽ ഡബിൾ മെത്തേഡിൽ പോയിട്ട് ആ വാല്യൂ രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യണ സം 2 വരും, നമ്മളതിനെ പ്രിൻറ്റ് ചെയ്യിച്ചു. നെക്സ്റ്റ് എന്താ, ഇൻ്റാണ്. അപ്പം ഇൻറ്റ് സം 3 ഈക്വൽ ടു ഡോട്ട് ആഡ് ഓഫ് 101 20 30 ഇൻറ്റിജർ വാല്യൂ കൊടുക്കണം. സെമിക്കോളൻ കേട്ടോ. ഇനി അതിനെ പ്രിൻ്റ് ചെയ്യിക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ. അതാണല്ലോ ജാവയ്ക്കകത്ത് പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സം ഓഫ് 3, ഞാൻ 3 തന്നെ എഴുതുകയാണ് കേട്ടോ. 3 ഇൻറ്റിജർ നമ്പേഴ്സ് ഈസ് equal to plus sum 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലോസ് ചെയ്യുക, ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോഗ്രാം. എന്ത് മെത്തേഡ് ഓവർലോഡിങ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്സിൻ്റെ ഉള്ളിൽ മെത്തേഡ്സ് എഴുതി, മെത്തേഡ്സിൻ്റെ ബോഡി കൊടുത്തു. ഡബിൾ ആഡുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റ് ആഡുണ്ട്. അവിടെ 3 വാല്യൂസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ പോയി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് മെത്തേഡ്സിനെ കോൾ ചെയ്തു. ഇനി നമുക്ക് ഈ മെത്തേഡ്സിന് ഇങ്ങനെ തന്നെ കോൾ ചെയ്യുന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് കീബോർഡിൽ നിന്നൊക്കെ യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യുക. അതൊക്കെ ഞാൻ മൊഡ്യൂൾ വൈസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്, അതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്തു. നമുക്ക് 6 മാർക്കിൻ്റെ എക്സാം ചെയ്യുന്നുണ്ട്. മാക്സിമം 6 മാർക്ക് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും മാക്സിമം 6 മാർക്ക് വരുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലൈൻ ഓഫ് കോഡ് കുറച്ച് എഴുതാൻ നോക്കുക. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമ്പിൾ. ക്ലിയർ ആണ്? മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, ഇവിടെ നോക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ എന്താ, പബ്ലിക് ഇൻറ്റ് എന്ന് പറഞ്ഞ ആടെന്ന് പറഞ്ഞ മെത്തേഡ്, അതുപോലെ ഈ 3 മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ്, ഇത് മൂന്നാമത്തെ മെത്തേഡ്. ഇവിടെ നോക്ക്, ഇവിടെ ഫസ്റ്റ് മെത്തേഡിൽ പാരാമീറ്റർ സെയിമാണ്, 2 പാരാമീറ്റർ ഉള്ളൂ, എയും ബിയും. പക്ഷെ അവിടെ ടൈപ്പ് ഡിഫറെൻറ്റാണ്. ഇവിടെ നോക്ക്, ഇവിടെ പാരാമീറ്റർ ഡിഫറെൻ്റാണ്, അതുപോലെ ടൈപ്പും ഡിഫറെൻറ്റാണ്. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ പാരാമീറ്റർ 2 ഉണ്ട്, ഇവിടെ 3 പാരാമീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ പാരാമീറ്റർ ഡിഫറെൻ്റാണ്, ടൈപ്പ് സെയിം ആണെങ്കിൽ. അപ്പോൾ അതെല്ലാം കൂടെ മെത്തേഡ് ഓവർലോഡാകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആകുന്നത്, ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന മെത്തേഡിന് അത് കോൾ ചെയ്ത് റൺ ചെയ്തോളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്രിയേറ്റ് ജാവ ക്ലാസ് കൗണ്ടർ. ക്ലാസ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഹാസ് എ സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ട് കൗണ്ട്, ടു കീപ് ട്രാക്ക് ഓഫ് നമ്പേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റഡ്. എന്തിനാ, എത്ര നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻക്രിമെൻറ്റ് ദ കൗണ്ട് ഇൻ ദി കൺസ്ട്രക്ടർ. കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ കൺസ്ട്രക്ടറിൽ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻ ദി മെയിൻ മെത്തേഡ് ക്രിയേറ്റ് 3 ഒബ്ജക്റ്റ് ഓഫ് ദി കൗണ്ട് ക്ലാസ് ആൻഡ് ഡിസ്പ്ലേ ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് യൂസിങ് സ്റ്റാറ്റിക് വേരിയബിൾ. സംഭവത്തിലുള്ള ഒരു ക്ലാസ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾ ആയിട്ടൊരു കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെച്ചേക്കുക. അതെന്താ ചെയ്യുന്നത്, എത്ര നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് കൗണ്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, മെയിൻ മെത്തേഡിൽ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം കൗണ്ടർ ക്ലാസ്സിന്. അതിൻ്റെ ടോട്ടൽ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഓക്കെ, ഈ സ്റ്റാറ്റിക് വേരിയബിൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നേക്കാം. നമ്മളൊരു ഒരു വേരിയബിളിനെ സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ വേരിയബിളിന് ഒരൊറ്റ മെമ്മറി ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ആ വേരിയബിളിനെ കോൾ ചെയ്താലും ആ മെമ്മറി നിന്നായിരിക്കും ഓരോ പ്രാവശ്യം ആ സെയിം മെമ്മറിയിൽ നിന്നായിരിക്കും ആക്സസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്താൽ അതേസമയം ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേറെ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ആ പല ഇതായിരിക്കും, പല മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് ആണെങ്കിൽ അത് ഒരൊറ്റ മെമ്മറി സ്പേസ് ഉണ്ടാവുള്ളൂ. ഒരൊറ്റ മെമ്മറിയിൽ നിന്നായിരിക്കും എല്ലാം റീഡ് ചെയ്തെടുക്കുന്നത്.
പഠിപ്പിച്ചിട്ടുള്ളതാണ് സ്റ്റാറ്റിക് വേരിയബിളും സ്റ്റാറ്റിക് മെത്തേഡ്സും ക്ലാസ്സും ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പബ്ലിക് ക്ലാസ് കൗണ്ടർ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾ വേണം. അപ്പോൾ സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇനി കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് അതിന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്തു, പബ്ലിക് കൗണ്ടർ സെയിം ക്ലാസ് നെയിമിൽ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ പബ്ലിക് കൗണ്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് എഴുതി ഓപ്പൺ ചെയ്തു. അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ കൗണ്ട് ++, അപ്പോൾ കൗണ്ട് 0 ആണെങ്കിൽ അതിന് ++. ഓരോ പ്രാവശ്യവും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. കൗണ്ട് നമ്മുടെ കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾ കൊടുത്തു, കൗണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിൻ്റെ അതേ നെയിമിൽ ഒരു മെത്തേഡ് ഉണ്ടാവും. മെത്തേഡിന് റിട്ടേൺ വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, വാല്യൂ അല്ല, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ആ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ചെയ്യണം എങ്ങനെയാണ്, കൗണ്ട് ++ കൊടുത്താൽ ഇൻക്രിമെൻ്റ് ആവും. അത് ക്ലോസ് ചെയ്തു. ഇനി നമ്മളെന്തുകൊണ്ട് എന്താ പറഞ്ഞേക്കണേ, മെയിൻ മെത്തേഡ് ഏതാണ് പറഞ്ഞേക്കണേ. മെയിൻ മെത്തേഡ് എഴുതി പബ്ലിക് സ്റ്റാറ്റിക് ഒരു മെയിൻ സ്ട്രിങ് അറേ എന്ന് എഴുതി ഓപ്പൺ ചെയ്തു. 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, കൗണ്ടർ ഒബ്ജക്റ്റ് റെഫറൻസ് ഈക്വൽ ടു ന്യൂ കൗണ്ടർ. അപ്പോൾ അതുപോലെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കൗണ്ടർ C1 = ന്യൂ കൗണ്ടർ, കൗണ്ടർ C2 = ന്യൂ കൗണ്ടർ, കൗണ്ടർ C3 = ന്യൂ കൗണ്ടർ. ഇനി ഡിസ്പ്ലേ ടോട്ടൽ നമ്പർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ system.out.println ടോട്ടൽ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് പ്ലസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ കൺസ്ട്രക്ടറിൻ്റെ ഓരോ പ്രാവശ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ കൺസ്ട്രക്ടറിൻ്റെ അത്ത കൗണ്ടിൻ്റെ വേരിയബിൾ ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 0 എന്നുള്ളത് മാറി 1 ആവും, അടുത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 ആവും, അടുത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ആവും. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കാരണം ഒറ്റ മെമ്മറി ഉള്ളൂ, ആ ഒറ്റ മെമ്മറിയിലാണ് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളുള്ള സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് മാത്രം. ക്ലിയർ ആയോ? നമുക്കിവിടെ സ്റ്റാറ്റിക്കാണ് ആ വേരിയബിൾ, കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റാറ്റിക് ആയതുകൊണ്ടാണ് ഒരൊറ്റ റെഫറൻസ് ഒരൊറ്റ മെമ്മറി ഉള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവും, ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ C1 ആണ് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് മെമ്മറി ആയിരിക്കും. ഇവിടെ ഇതെല്ലാ ഒബ്ജക്റ്റിനും ഒരൊറ്റ മെമ്മറിയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അങ്ങനെ നമുക്ക് 3 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആളത് സ്റ്റാറ്റിക് ആയത് കൊടുത്തുകൊണ്ട് മാത്രം കേട്ടോ. ഇവിടെ ആണെങ്കിൽ സ്റ്റാറ്റിക് അല്ലെങ്കിൽ സെപ്പറേറ്റ് മെമ്മറി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇല്ലുസ്ട്രേറ്റ് ഇൻഹെറിറ്റൻസ് ഇൻ ജാവ ചോദിക്കാം. ചാൻസ് ക്വസ്റ്റ്യൻ ആണ്. 3 പോർഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് അറിയാലോ, ഒരു സബ് ക്ലാസ് നമ്മുടെ പേരൻറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും ഒക്കെ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ അക്യൂർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനാണെന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും ഒക്കെ അക്യൂർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഈസ് ദ മെക്കാനിസം ദാറ്റ് അലോ വൺ ക്ലാസ് അക്യൂർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ബിഹേവിയർ ഓഫ് ദി അനദർ ക്ലാസ്. ഓക്കെ, സെയിം സബ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും സബ് ക്ലാസ് ബേസ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ പേരൻ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും അക്യൂർ ചെയ്യുന്നു, എടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയുക. അതായത് നമ്മുടെ പേരൻസിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നു, അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയെന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സൂപ്പർ ക്ലാസ് ഉണ്ട്. ആ സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും അതായത് ഫീൽഡും മെത്തേഡ്സും ഒക്കെ സബ് ക്ലാസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കോഡ് റീയൂസബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ സൂപ്പർ ക്ലാസ്സിലുള്ള ആ സെയിം മെത്തേഡും കാര്യങ്ങളും നമുക്ക് സബ് ക്ലാസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കോഡ് റീയൂസബിലിറ്റിയാണ്, വീണ്ടും റീയൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി മെയിനായിട്ട് ഒരു 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉള്ള ടൈപ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഉണ്ട്, മൾട്ടി ലെവൽ ഉണ്ട്, ഹൈറാർക്കിക്കൽ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ജാവയ്ക്കകത്ത് ഇൻ്റർഫേസ് വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടി ലെവൽ ഉണ്ട്, ഹൈറാർക്കിക്കൽ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. സിംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഒരൊറ്റ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം എന്താണെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ഫ്രം വൺ സൂപ്പർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ് ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനാണ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ഫ്രം വൺ സൂപ്പർ ക്ലാസ്. ഓക്കെ, അവിടെ സൂപ്പർ ക്ലാസ് ആനിമൽ ഉണ്ട്. ഓപ്പൺ ചെയ്ത് ഈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോട്ട് ഔട്ട്പുട്ട് പാനലിൽ ദിസ് ആനിമൽ ഈറ്റ്സ് ഫുഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ അനിമലിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് ക്യാറ്റ് എക്സ്റ്റൻസ് അനിമൽ എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തും ഓയിഡ് ഈറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മെത്തേഡുണ്ട്. ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഒരു അനിമലിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് ഒറ്റ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പേരൻറ്റ് ക്ലാസ്സിന് ഒരു ചൈൽഡ് ക്ലാസ്, അതാണ് നമ്മുടെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ is a type of inheritance where a class inherit from a class that itself inherit from another class. അതായത് ഇപ്പോൾ ക്ലാസ് എ ഉണ്ട്, എയിന്ന് ക്ലാസ് ബി ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും, ബിന്ന് സി. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ക്ലാസ് അനിമലിൽ നിന്ന് ക്യാറ്റ് വന്നു, അല്ലെങ്കിൽ അനിമലിൽ നിന്ന് ഡോഗ് വന്നു, ഡോഗിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോയി പപ്പിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതാ പറഞ്ഞേക്കുന്നത്. ഒരു ക്ലാസ് ഇറ്റ്സെൽഫ് ഇൻഹെറിറ്റ് ഫ്രം അനദർ ക്ലാസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? മൾട്ടി ലെവൽ. അതായത് ക്ലാസ് എനെ ബി ക്ലാസ് എന്ന് ഇൻഹെറിറ്റ് ചെയ്തായിരിക്കും, സി ക്ലാസ് ബിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഒരു ക്ലാസ്സിൽ നിന്ന് വേറെണ്ണം, ആ ക്ലാസ്സിൽ നിന്ന് വേറെണ്ണം, അതിൽ നിന്ന് വേറെണ്ണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് സി ഇൻഹെറിറ്റ് ഫ്രം ക്ലാസ് ബി ഇൻഹെറിറ്റ് ഫ്രം ക്ലാസ് എ, അങ്ങനെ ആണെങ്കിൽ നമ്മളതിനെ എന്ന് പറയും? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ക്ലാസ് ഇപ്പം നമ്മൾ പറയാം ഷേപ്പിൽ നിന്ന് റെക്റ്റാങ്കിൾ ഉണ്ടായി, ഷേപ്പ് ഇൻഹെറിറ്റ് ഫ്രം ഷേപ്പിൽ നിന്ന് റെക്റ്റാങ്കിളിൽ നിന്ന് സ്ക്വയർ, അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ന് പറയാം? നമ്മൾ അതിനെ മൾട്ടി ലെവൽ. അതായത് ഒന്നിൻ്റെ മുകളിലുള്ളതിന് മുകളിലുള്ള ക്ലാസ്സിൽ നിന്ന് താഴത്തേക്ക് പോയി, അതിൻ്റെ മുകളിലുള്ളത് അതിന് താഴെ, അങ്ങനെ ഇങ്ങനെ 1 by 1 ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ന് പറയും? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതായത് ക്ലാസ് എന്ന് ബി ഇൻഹെറിറ്റ് ചെയ്തു, സിന്ന് ബി ഇൻഹെറിറ്റ് ചെയ്തു, എന്നാണ് ബിന്നാണ് സിന്ന് ഡി ഉണ്ടെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി ഹൈറാർക്കിക്കൽ എന്താണെന്ന് നോക്കാം. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഒക്കേഴ്സ് when multiple sub classes inherit from single super class. ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഒരു സിംഗിൾ സൂപ്പർ ക്ലാസ്സിൽ നിന്നായിരിക്കും മൾട്ടിപ്പിൾ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം അനിമലുണ്ട്, അനിമലിൽ നിന്ന് ഡോഗ് ഇൻഹെറിറ്റ് ചെയ്യാം, ആ അനിമലിൽ നിന്ന് തന്നെ ക്യാറ്റ് ഇൻഹെറിറ്റ് ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ എന്ന് പറയും. ഓക്കെ, ദിസ് സ്ട്രക്ചർ അലൗസ് ഷെയർഡ് ഫങ്ഷണാലിറ്റി ടു ബി ഡിഫൈൻഡ് വൺസ് ഇൻ ദി സൂപ്പർ ക്ലാസ് ആൻഡ് റീയൂസ്ഡ് അക്രോസ് ദി സബ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഹൈറാർക്കിക്കലത് നമ്മൾ സൂപ്പർ ക്ലാസ്സിലുള്ള ഒരെണ്ണത്തിനകത്ത് മാത്രം കൊടുത്താൽ മതി, ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളതിനെ ഹൈറാർക്കിക്കൽ എന്ന് പറയും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സബ് ക്ലാസ് ഒരു സിംഗിൾ സൂപ്പർ ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ബിയുടെ പേരൻ്റ് അല്ലെങ്കിൽ പേരൻ്റ് ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ, പക്ഷേ സിയുടെ പേരൻ്റ് ക്ലാസ് എ അല്ല, സിയുടെ പേരൻ്റ് ക്ലാസ് ആരായി? ബി ആ. അതാണ് മൾട്ടി ലെവൽ. ഇതിൽ നിന്ന് ഇത് വന്നു, ഇതിൽ നിന്ന് ഇത് വന്നു, അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൾട്ടി ലെവൽ ഹൈറാർക്കി എന്ന് പറയും. അത് നമ്മുടെ ഗ്രാൻഡ് പേരൻ്റിൽ നിന്ന് നമ്മുടെ പേരൻ്റിൽ നിന്ന് നമ്മൾ അങ്ങനെ പോകുന്ന അതാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ പറയുവാണെങ്കിൽ ഇവിടെ ക്ലാസ് എന്ന് ബി ഇൻഹെറിറ്റ് ചെയ്തു, ബിന്ന് സിന്ന് ഡി, അങ്ങനെ പോവുകയാണെങ്കിൽ മൾട്ടി ലെവൽ. പക്ഷേ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് അല്ല. ഒരു സിംഗിൾ പേരൻ്റ് ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡ് ക്ലാസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിക്കൽ
ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, അനിമൽ ഉണ്ട്, അനിമൽ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ഡോഗും ക്യാറ്റും എന്ന് പറഞ്ഞാൽ 2 സബ് ക്ലാസ്സും ഉണ്ട്. അത് രണ്ടും ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത് അവിടെ നിന്നായിരിക്കും, അനിമലിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ കാറ് എന്ന് പറഞ്ഞൊരു പേരൻ്റ് ക്ലാസ് ഉണ്ട്, കാറിൽ നിന്ന് ഹോണ്ടയും വന്നു, അതുപോലെ തന്നെ ഹുണ്ടായും വന്നു. അങ്ങനെ പറയുവാണെങ്കിൽ എന്താണ് അത്? ഹൈറാർക്കിക്കലാണ്. രണ്ടിൻ്റെയും പേരൻ്റ് ക്ലാസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പേരൻ്റ് ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു ചൈൽഡ് ക്ലാസ് വരുന്നത് മൾട്ടിപ്പിൾ പേരൻ്റ് ക്ലാസ്സിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അലോ എ ക്ലാസ് ടു ഇൻഹെറിറ്റ് ഫ്രം മോർ ദാൻ 1 സൂപ്പർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് മോർ ദാൻ 1 സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ അതിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ഡിറൈവ്ഡ് ക്ലാസ് ക്യാൻ ആക്സസ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഫ്രം മൾട്ടിപ്പിൾ പേരൻ്റ് ക്ലാസ്. മൾട്ടിപ്പിൾ പേരൻ്റ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടീസും ബിഹേവിയറും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ജാവയ്ക്കകത്ത് അത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് വെച്ചിട്ടല്ല, ത്രൂ ഇൻ്റർഫേസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഏത് വേണമെങ്കിലും, സിംഗിളോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ സിംഗിളും സിംഗിളും ഹൈറാർക്കിക്കലോ അല്ലെങ്കിൽ മൾട്ടി ലെവലും മൾട്ടിപ്പിളോ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ ഹൈബ്രിഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോഡ് തന്നിട്ടുണ്ട്, ആ കോഡ് വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്ലാസ് വെഹിക്കിൾ പ്രൊട്ടക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് സ്ട്രിങ് ടൈപ്പ് ജനറിക് എന്ന് കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റ് ലൈൻ വെഹിക്കിളിൻ്റെ കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യാൻ മുന്നേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കാറ് എക്സ്റ്റൻസ് വെഹിക്കിളാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, കാറിൻ്റെ കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ഇൻസ്ട്രക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻ ഓഫ് കോഡ് തന്നിട്ടുണ്ട്. ലൈൻ ഓഫ് കോഡ് തന്നിട്ട് ഒരു ചോദിച്ചേക്കുവാണ്, വാട്ട് എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് must replace instead statement here so that when you run text super you see this. അതായത് ഈ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ എന്ത് കൊടുത്താലാണ് നമ്മൾ ഈ ടെസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞ ക്ലാസ്, അതായത് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വെഹിക്കിൾ ക്രിയേറ്റഡ് ടൈപ്പ് കാർ പേരൻറ്റ് ടൈപ്പ് ജനറിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലൂടെ എന്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? വെഹിക്കിൾ ക്രിയേറ്റഡ് എന്നും പറഞ്ഞ് കിട്ടണം, ടൈപ്പ് കാറ്, അതുപോലെ തന്നെ പേരൻ്റ് ടൈപ്പ് ജനറിക് എന്നും പറഞ്ഞ് നമുക്ക് കിട്ടണം. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അപ്പം ഇതിപ്പോൾ റൺ ചെയ്താൽ ഈ ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം ഇവിടെ നമുക്കിവിടെ മെയിൻ മെത്തേഡിലേക്ക് പോകാം. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? നമ്മൾ മെയിൻ മെത്തേഡ് കണ്ടുപിടിക്കുക. മെയിൻ മെത്തേഡിൽ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് ഓടി മെയിൻ ഉണ്ട്, അതുള്ളതാണ് നമ്മുടെ മെയിൻ ക്ലാസ്സും അതുപോലെ തന്നെ മെയിൻ മെത്തേഡും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args കാർ സി ഈക്വൽ ടു ന്യൂ കാർ. അപ്പോൾ കാറ് സി ഈക്വൽ ടു ന്യൂ കാർ. അപ്പോൾ കാറ് സി ഈക്വൽ ടു ന്യൂ കാർ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു എന്നിട്ട് പറഞ്ഞേക്കുന്നത് സി ഡോട്ട് പ്രിൻ്റ് പേരൻറ്റ് ടൈപ്പ്, സി ഡോട്ട് പ്രിൻ്റ് പേരൻറ്റ് ടൈപ്പ്. പ്രിൻ്റ് പേരൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെത്തേഡിനെ കോൾ ചെയ്തേക്കുവാണ്. അപ്പോൾ പേരൻറ്റ് ടൈപ്പ് ഈസ് ഈക്വൽ ടു സൂപ്പർ ഡോട്ട് ടൈപ്പ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ഡോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ സൂപ്പർ എന്ന് പറയുമ്പോൾ പേരൻറ്റിൻ്റെ പോവും, സൂപ്പർ ഡോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്പ് കാർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അല്ല ജനറിക് വെഹിക്കിൾ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്താ പ്രിൻ്റ് ചെയ്യിക്കണ്ടേ? കാർ ഇസ് ഈക്വൽ ടു ന്യൂ കാർ എന്നുള്ളത് വരും. അപ്പോൾ ഇത് നോർമലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും, കാറിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞേക്കണെല്ലാം എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. സിസ്റ്റം ഡൗൺലോഡ് പ്രിൻ്റ് എല്ലാം ടൈപ്പിൻ്റെ ഉള്ളിൽ ഇവിടെ കാർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കും. അതുപോലെ തന്നെ പേരൻറ്റ് ടൈപ്പ് എന്നുള്ളത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ പ്ലസ് സൂപ്പർ ഡോട്ട് ടൈപ്പ് എന്നുള്ളതും കൂടെ പ്രിൻ്റ് ചെയ്യും. നമുക്ക് പറഞ്ഞേക്കുന്നത് നമ്മളോട് ജനറിക് വെഹിക്കിൾ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കണം. വെഹിക്കിൾ ക്രിയേറ്റഡ് ടൈപ്പ് കാർന്ന് വരണം, അതായത് ഈ വെഹിക്കിൾ ക്രിയേറ്റഡ് എന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യിക്കണം. അതുപോലെ ടൈപ്പ് കാർ വരണം,
ജനറിക് ടൈപ്പ് പേരൻറ്റ് ടൈപ്പ് ജനറിക് എന്നുള്ളതും വന്നു. ഇത്രയും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അതായത് ഈ വെഹിക്കിൾ ക്രിയേറ്റഡ് എന്നുള്ളത് നമുക്ക് കിട്ടണം ആണ് മെയിൻ. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ എന്ത് കൊടുത്താൽ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ സൂപ്പർ ക്ലാസ് നമുക്ക് സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതായത് വെഹിക്കിൾ എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സബ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കൊടുക്കുന്നതിന് മുമ്പ് പ്രിൻ്റ് ചെയ്യിച്ചാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എന്താണോ പറഞ്ഞേക്കുന്നത് അത് വർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ സൂപ്പർ എന്നും പറഞ്ഞ് കോൾ ചെയ്താൽ മതി. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റിൽ ടൈപ്പ് ഇസ് പ്ലസ് ടൈപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം ഈ സൂപ്പർ എന്ത് ചെയ്യും, സൂപ്പർ എന്ന് പറഞ്ഞത് നമ്മുടെ കറസ്പോണ്ടിങ് പേരൻറ്റ് ക്ലാസ്സിനെ ആയിരിക്കും എപ്പോഴും റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ പേരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ അത് കോൾ ചെയ്യും. അപ്പോൾ പേരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എന്താ, വെഹിക്കിൾ. അപ്പോൾ നമുക്ക് അവിടെ വെഹിക്കിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് കിട്ടും. അല്ലാണ്ട് വേറെ എവിടെ കൊണ്ടുപോയി കൊടുത്താലും നമുക്കത് എന്ത് കിട്ടില്ല, ഈ വെഹിക്കിൾ ക്രിയേറ്റഡ് എന്നുള്ളത് പറഞ്ഞ് കിട്ടില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ പേരൻറ്റ് ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് പേരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ, ഈ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിൻ്റിന് മുമ്പ് നമ്മൾ എപ്പോഴും സൂപ്പർ ക്ലാസ്, അതായത് നമ്മുടെ ബേസ് ക്ലാസ്സിനെ കോൾ ചെയ്തിരിക്കണം, അതിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിരിക്കണം, എന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുവാണെങ്കിൽ സൂപ്പർ കീവേഡ് എപ്പോഴും റെഫർ ചെയ്യുന്ന പേരൻറ്റ് ക്ലാസ്സിനെയാണ്. അപ്പോൾ പേരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി അത് കോൾ ചെയ്തോളൂ. അപ്പോൾ നമ്മളിവിടെ സൂപ്പർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ? നോർമലി നമുക്ക് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ വെഹിക്കിൾ ക്രിയേറ്ററോ കിട്ടില്ല, ഈ ടൈപ്പ് കിട്ടുമായിരിക്കും, ടൈപ്പ് ജനറിക് എന്നുള്ളതും കിട്ടും. പക്ഷെ നമുക്ക് വെഹിക്കിൾ ക്രിയേറ്ററിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആ കൺസ്ട്രക്ടറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞ കാറിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പേരൻ്റെ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുവാണെങ്കിൽ സൂപ്പർ റെഫർ ചെയ്യുന്ന അതിൻ്റെ പേരൻ്റ് ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് എന്തിനെയാണ്, കൺസ്ട്രക്ടറിനെയാണ്. അപ്പോൾ ആ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്ത് റൺ ചെയ്തോളൂ. അപ്പോൾ എപ്പോഴും ഈ ഇത് ചൈൽഡ് ക്ലാസ്സാണ്. ചൈൽഡ് ക്ലാസ്സിൻ്റെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ സൂപ്പർ ക്ലാസ്സിന് അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്താൽ മാത്രമേ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ ഈസ് കോൾഡ് ബിഫോർ പ്രിൻറ്റിങ് എനിത്തിങ് ഇൻ ദി സബ് ക്ലാസ് കൺസ്ട്രക്ടർ. സബ് ക്ലാസ് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സൂപ്പർ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇൻ ജാവ ദിസ് ഇസ് ഡൺ യൂസിങ് സൂപ്പർ. സൂപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പറിനെ വെച്ചിട്ട് കോൾ ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് കിട്ടും. നമ്മളോട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇതായിരുന്നു, അത് എന്താണ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ കോൾസ് ദ കൺസ്ട്രക്ടർ ഓഫ് ദി സൂപ്പർ ക്ലാസ് വെഹിക്കിൾ വിച്ച് പ്രിൻറ്റ്സ് വെഹിക്കിൾ ക്രിയേറ്റർ. ഇപ്പോൾ സൂപ്പർ എന്താ ചെയ്യുന്നത്, വെഹിക്കിൾ ക്രിയേറ്റർ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യിക്കും. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ടൈപ്പ് അതെന്ത് ചെയ്യും, കാറിനെ പ്രിൻറ്റ് ചെയ്യിക്കും. അത് ഇറ്റ്സ് ഓൺ കാറിൻ്റെ ഇറ്റ്സ് ഓൺ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ആ കാറിന് ടൈപ്പ് കാർ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യിക്കും. ഇനി ഇത് മെത്തേഡ് പ്രിൻറ്റ് പേരൻ്റ് ക്ലാസ് ആക്സസ് ദി സൂപ്പർ ക്ലാസ് ടൈപ്പ് ഫീൽഡ് യൂസിങ് സൂപ്പർ ടൈപ്പ് പ്രിൻറ്റിങ് പേരൻ്റ് ടൈപ്പ് ജനറിക് വെഹിക്കിളും. അവിടെ നമ്മൾ പേരൻ്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിത് മൂന്നും കിട്ടണമെങ്കിൽ നോർമലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇത്രയും രണ്ടെണ്ണം കിട്ടും. ഈ വെഹിക്കിൾ ക്രിയേറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ ഇവിടെ ആഡ് ചെയ്തിരിക്കണം. കാരണം എപ്പോഴും ഇതിൻ്റെ കൺസ്ട്രക്ടറിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് ആഡ് ചെയ്താൽ മാത്രമേ, അതിന് മുമ്പ് കോൾ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതുകൊണ്ട് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, define a Java base class vehicle with the method parking space that prints parking for vehicle അത് പ്രിന്റ് ചെയ്യണം. Create a subclass Ritz and Honda City that override parking space method to print parking for Ritz and parking for Honda City respectively. In the main method, create object Ritz and Honda City and call the parking space method to show runtime polymorphism. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർലോഡിങ് നോക്കി. ഇനി നമുക്ക് ഓവർ റൈഡിങ് എന്താണെന്ന് നോക്കാൻ പോകും. അപ്പോൾ ഈ ഓവർ റൈഡിങ്ങിലൂടെ നമ്മൾ ഇൻഹെറിറ്റൻസും ഒക്കെ നമ്മൾ പറഞ്ഞു പോകും.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് ബേസ് ക്ലാസ് എന്നൊരു പറയുന്നുണ്ട്. അത് പാർക്കിംഗ് ഒരു മെത്തേഡാണ്. മെത്തേഡിൻ്റെ പേരായതുകൊണ്ട് ആ പാർക്കിംഗ് എന്നുള്ള കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നുമല്ല, അതിൻ്റെ കൂടെ സീയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള പേര് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് തന്നേക്കണോണ്ട് നമ്മൾ ആ പേര് യൂസ് ചെയ്യുന്നു. അതെന്താ ചെയ്യുന്നത്, ആ വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് പാർക്കിംഗ് ഫോർ വെഹിക്കിളിന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് പാർക്കിംഗ് ഫോർ വെഹിക്കിളാണ്. പിന്നെ വേറെ 2 സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, റിഡ്സും ഓണ്ടാസിറ്റിയും. ദാറ്റ് ഓവർറൈഡ് പാർക്കിംഗ് സ്പേസ് മെത്തേഡ് അത് ഓവർറൈഡ് ചെയ്യും. എന്നിട്ട് പാർക്കിംഗ് സ്പേസ് ഫോർ റിഡ്സ് എന്നും പാർക്കിംഗ് ഫോർ ഓണ്ടാസിറ്റി എന്നും പ്രിൻറ്റ് ചെയ്യിക്കണം. മെയിൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റിഡ്സിനും ഓണ്ടാസിറ്റീനും കോൾ ചെയ്ത് അതിൻ്റെ പാർക്കിംഗ് സ്പേസ് മെത്തേഡിന് നമുക്ക് കോൾ ചെയ്യാം. സിമ്പിൾ പ്രോഗ്രാം. സംഭവത്തിലേ ഉള്ളൂ. ഒരു ബേസ് ക്ലാസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബേസ് ക്ലാസ്സിൻ്റെ പേര് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പബ്ലിക് എന്താണ് പേര്, ക്ലാസ് വെഹിക്കിൾ. ക്ലാസ് ക്രിയേറ്റ് ചെയ്തോ, ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് എന്താ, മെത്തേഡ് പാർക്കിംഗ് സ്പേസ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം മെത്തേഡ് കൊടുക്കുന്നതുകൊണ്ട് പബ്ലിക് മെത്തേഡാണല്ലോ, റിട്ടേൺ ടൈപ്പ് വേണം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ല. ഓടുന്ന് കൊടുത്തു, പാർക്കിംഗ് സ്പേസ് എന്ന് മാത്രമേ ഉള്ളൂ. സി ഉണ്ടല്ലേ, അപ്പോൾ പാർക്കിംഗ് സ്പേസിൻ്റെ എസ് ക്യാപ്സ് ഓപ്പൺ ചെയ്തു. മെത്തേഡാണ്, ഓപ്പൺ ചെയ്യുക. സോറി, മെത്തേഡാണ്, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെന്ന് പ്രിൻറ്റ് ചെയ്യണം, പാർക്കിംഗ് ഫോർ വെഹിക്കിൾ എന്ന് പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ എന്ത് കൊടുത്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റർലൻ ഉള്ളിൽ എന്ത് പ്രിൻറ്റ് ചെയ്യിക്കാനാണ് പറഞ്ഞിരിക്കണേ, പാർക്കിംഗ് ഫോർ അവിടെ പറഞ്ഞേക്കണം അതേപടി കൊടുക്കുക. പാർക്കിംഗ് ഫോർ വെഹിക്കിളിന് പ്രിൻ്റ് ചെയ്യിക്കുക. പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ക്ലോസ് ചെയ്ത് ക്ലാസ് ക്ലോസ് ചെയ്ത്. ക്ലിയർ ആയോ? ഇതാണ് നിങ്ങളുടെ ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിൻ്റെ പേരെന്താ, വെഹിക്കിൾ. പബ്ലിക് ക്ലാസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ് എഴുതി ഓപ്പൺ ചെയ്തു. മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് സ്പേസ്, പാർക്കിംഗ് ബേസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്ററിൽ പാർക്കിംഗ് ഫോർ വെഹിക്കിൾ എന്ന് പ്രിൻറ്റ് ചെയ്യിച്ചു. ആ മെത്തേഡ് ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രിയേറ്റ് 2 സബ് ക്ലാസ്, റിഡ്സും ഓണ്ടാസിറ്റി. അപ്പം നമുക്ക് സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം റിഡ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പബ്ലിക് ക്ലാസ് റിഡ്സ് അല്ലേ, സ്പ്ലിംഗ് തന്നെയല്ലേ? അതെ. എക്സ്റ്റെൻസ് എവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, വെഹിക്കിൾ. വി ആണേ വെഹിക്കിൾ. ക്ലാസ് ആണല്ലോ ഓപ്പൺ ചെയ്ത്. ഇവിടെയും ഉണ്ട് എന്ത് മെത്തേഡ്, എന്ത് മെത്തേഡ്, പബ്ലിക് വോയിഡ് സെയിം പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ചെയ്ത് അവിടെ നമ്മളോട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പാർക്കിംഗ് ഫോർ റിഡ്സ് എന്ന് പറഞ്ഞ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റർലൻ ഓപ്പൺ ചെയ്ത് പാർക്കിംഗ് ഫോർ റിഡ്സ് അല്ലേ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നോക്കട്ടെ, പാർക്കിംഗ് ഫോർ റിഡ്സ്. ഓക്കെ, സെയിം. ക്ലോസ് ചെയ്യുക മെത്തേഡ്, ക്ലാസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ പബ്ലിക് ക്ലാസ് റിഡ്സ് എക്സ്റ്റൻസ് എവിടെ നിന്നാണ്, വെഹിക്കിളിൽ നിന്ന് ഓപ്പൺ ചെയ്തു. പബ്ലിക് വോയിഡ് പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ചെയ്തു പ്രിൻ്റ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് ഫോർ റിഡ്സ് എന്ന്. ഇനി ഹോണ്ടാസിറ്റി ഇതുപോലെ എഴുതാം, പബ്ലിക് ക്ലാസ് ഹോണ്ട സിറ്റി എക്സ്റ്റൻസ് എവിടുന്നാ റിഡ്സിൽ നിന്നല്ല,
വെഹിക്കിളിൽ നിന്ന് തന്നെയാണ്. എന്ത് കൊടുക്കണം? വെഹിക്കിൾ എന്ന് തന്നെ കൊടുക്കണം. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട് മെത്തേഡ്? പബ്ലിക് വോയിഡ് പാസിംഗ് സ്പേസ്, പാസിംഗ് സ്പേസ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഓപ്പൺ ചെയ്തു. പ്രിൻ്റ് ചെയ്യിക്കുന്നത് എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽഎൻ. ഉള്ളിൽ എന്ത് പ്രിൻ്റ് ചെയ്യിക്കണം? പാർക്കിംഗ് ഫോർ ഹോണ്ട സിറ്റി. മെത്തേഡ് ക്ലോസ് ചെയ്യുക, ക്ലാസ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെയുണ്ട്? റിഡ്സിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് റിഡ്സിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ്. ഹോണ്ട സിറ്റിക്കുള്ളിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് ഹോണ്ട സിറ്റിക്കുള്ളതാണ്. മെത്തേഡ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ മെത്തേഡ് എഴുതണം. മെയിൻ മെത്തേഡ് എന്താണ്? പബ്ലിക് സ്റ്റാറ്റിക് void main ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ട്രിങ് args ഓപ്പൺ ചെയ്യുക. മെയിൻ മെത്തേഡ് എഴുതി. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. Okay, vehicle v is equal to new rids v dot parking space. അപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വെഹിക്കിൾ v is equal to new rids എന്ന് ക്രിയേറ്റ് ചെയ്തു. v dot parking space ക്രിയേറ്റ് ചെയ്തു. ഇനി വെഹിക്കിൾ v is equal to new Honda സിറ്റി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. മെയിൻ ക്ലാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞാൽ മതി. ഇവിടെ ശ്രദ്ധിക്കുക, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ, അതായത് നമ്മുടെ ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് കോൾ ചെയ്തേക്കുവാണ്? എന്തിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ റിഡ്സ് എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്തിനാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ വെഹിക്കിളിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല, ഈ ന്യൂ കഴിഞ്ഞിട്ട് ആരാണോ വന്നെ അവർക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ റിഡ്സിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സൂപ്പർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ്, അത് വെച്ചിട്ട് നമ്മൾ സബ് ക്ലാസ്സിനെ കോൾ ചെയ്യും. അത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റിഡ്സിൻ്റെ പാർക്കിംഗ് സ്പേസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് പാർക്കിംഗ് സ്പേസ് ഫോർ റിഡ്സ് എന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. ഹോണ്ട സിറ്റിയുടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ അതിൻ്റെ പാർക്കിംഗ് സ്പേസിനെ അതിനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്തു. ഇത് നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്താ? വെഹിക്കിളിൻ്റെ എന്താണ് സൂപ്പർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ സബ് ക്ലാസ്സിനെ കോൾ ചെയ്തു. അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആ ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പാർക്കിംഗ് സ്പേസിനെ കോൾ ചെയ്തു. ഇനി വെഹിക്കിളിൻ്റെ വേണമെങ്കിൽ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ അതിൻ്റെ പാർക്കിംഗ് സ്പേസിനെ കോൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിങ്ങനെയാണ് റൺ ടൈം
പോളിമർ ഓഫീസർ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആർക്കാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആരുടെ ഇതാണോ കോൾ ചെയ്യുന്നത് അവരായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ നമുക്ക് റിച്ചിൻ്റെ ഔട്ട്പുട്ട് കിട്ടും, ഇവിടെ നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഔട്ട്പുട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, എല്ലായിടത്തും ബേസ് നമ്മുടെ പേരൻറ്റ് ക്ലാസ്സിലുള്ള പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ ആ മെത്തേഡിനെ നമ്മൾ ഇവിടെ ഓവർ റൈഡ് ചെയ്യിച്ചേക്കുവാണ്. റിഡ്സിൽ ഓവർ റൈഡ് ചെയ്യിപ്പിച്ചു, അതുപോലെ തന്നെ നമ്മുടെ എവിടെ ഓവർ റൈഡ് ചെയ്യിപ്പിച്ചു, നമ്മുടെ 2 ഹോണ്ട സിറ്റിയിലും ഓവർ റൈഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ഓവർ റൈഡ് ചെയ്യുന്നത് അത് റൺ ടൈമിലാണ് ഏത് ഇതിനാണ് കോൾ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഒരു കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. റൺ ടൈം പോളിമർ ഓഫീസർ നമ്മൾ അച്ചീവ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്, മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്തിട്ടാണ്. അതിലൂടെ ഇൻഹെറിറ്റൻസും ഉണ്ട്. എക്സ്റ്റൻസ് എന്നുള്ള കീവേഡ് ഇഷ്ടമാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്റ്റൻസ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് ഇൻഹെറിറ്റൻസാണ് ഉള്ളത്, ഇവിടെ നമുക്ക് റിഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന വെഹിക്കിളിൽ നിന്നുമാണ്, ഹോണ്ട സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന വെഹിക്കിളിൽ നിന്നാണ്. 2 സബ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഒരൊറ്റ സൂപ്പർ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ അതെന്താണ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസുമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് ഇത് എഴുതാം. അതുപോലെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് എഴുതുവാണെങ്കിൽ എഴുതാം. ഇനി അല്ല എക്സ്പ്ലെയിൻ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് ചോദിച്ചാലും നമുക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കിയത്. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് ഇത്രയും പറയാനുള്ളൂ മെയിനായിട്ട്. അപ്പോൾ ബാക്കി തിയറി പോർഷൻസ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്താണ് മെത്തേഡ് ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും പഠിക്കാണ്ട് പോകരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. മെത്തേഡ് ഓവർലോഡിങ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഓവർ റൈഡിങ്ങും വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ കോഡ് തന്നിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. ഇൻഹെറിറ്റൻസിൻ്റെ ഇത് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ അതിൻ്റെ അകത്ത് പിന്നെ ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും സൂപ്പർ കീവേഡ് അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഫൈനൽ കീവേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഫൈനലാണെങ്കിൽ അതിനെ വാല്യൂ നമുക്ക് വേരിയബിളിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ 1 ടൈം മാത്രമേ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ കീപ്പ് വാച്ചിങ് വൺസ്. താങ്ക് യു.